ഇന്നൊരു കപ്പയ്ക്ക തോരൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കപ്പങ്ങ മുറിച്ചപ്പോഴാണ് കപ്പങ്ങ ചെറുതായിട്ട് പഴുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ വേഗം തന്നെ ബീറ്റ്റൂട്ട് എടുത്ത് തോരത്തിനുള്ളതൊക്കെ റെഡിയാക്കി കേട്ടോ. ഈ കപ്പങ്ങ എനിക്ക് എൻ്റെ ഫ്രണ്ട് ശ്രീലേഖ സ്നേഹത്തോടെ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പഠിപ്പിച്ച് കഴിക്കാം. അങ്ങനെ ഞാനിത് തോരനാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കപ്പങ്ങ എന്തുകൊണ്ട് നമുക്കൊരു എരിശ്ശേരി വെച്ചുകൂടാ, മത്തങ്ങയും പയറും പോലെ കപ്പങ്ങയും പയറും വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വേഗം തന്നെ കുറച്ച് ചെറുപയർ എടുത്ത് കുക്കറിലോട്ട് ഇട്ടിട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കപ്പങ്ങ എടുത്തിട്ട് മത്തങ്ങ അരിയുന്നില്ല കട്ടയ്ക്ക് അങ്ങ് അരിഞ്ഞെടുത്തേ. അപ്പോൾ ഇതിന് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് മത്തങ്ങയുടെ എരിശ്ശേരി പോലെ തന്നെ നന്നായിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ് ഇത് വെക്കുന്നത്. അങ്ങനെ ഞാൻ വേഗം മത്തങ്ങയും പയറും ഒക്കെ അങ്ങ് വേവിച്ച് അതിൻ്റെ അരപ്പും ഒക്കെ ചേർത്ത് എരിശ്ശേരി ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അങ്ങ് കടുക് വറുത്തിട്ടാൽ മാത്രം മതി. അങ്ങനെ വേഗം തന്നെ കടുക് വറക്കുമ്പോൾ നമ്മൾ ഒരിച്ചിരി തേങ്ങയും കൂടി വറുത്തിടണം കേട്ടോ, എന്നാലേ ആ ഒരു സുഖം വരത്തുള്ളൂ. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലത്തെ തീരൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മത്തങ്ങ എരിശ്ശേരി കപ്പങ്ങ എരിശ്ശേരിയും ബീട്രൂട്ട് തോരനും ഇന്നലത്തെ പാവയ്ക്ക തീയലും ഒരു കണ്ണിമാങ്ങ അച്ചാറും ഒരു പപ്പടം കൂടെ ആയപ്പോൾ ആഹാ എന്താ ടേസ്റ്റ്. അങ്ങനെ ഞാൻ നേരെ റിലയൻസിലോട്ട് പോയി. അവിടുന്ന് കുറച്ച് സാധനമൊക്കെ എടുക്കാണ്ട് വീട്ടിലെല്ലാ സാധനം തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.